എങ്ങനെയായിരുന്നു അച്ഛൻ്റെ സ്നാനം? ഈ സ്നാനം പെട്ടാലേ ഒരു വിശ്വാസിയാവുകയുള്ളൂ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ അപ്പർ റൂമിൽ ആദ്യം ഒരു ധ്യാനത്തിൽ പോയി. എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല, തിരിച്ചു പോന്നു. രണ്ടാമതൊരു ധ്യാനത്തിൽ പോയപ്പോൾ അതിനു മുമ്പ് തന്നെ എന്നോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞിരുന്നു. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് വാശി പിടിച്ച എന്നോട് ഒരു പ്രവാചകനിലൂടെ എനിക്ക് ദൗത്യം എന്നോട് സംസാരിച്ചു. അച്ഛൻ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഇപ്പോൾ അത് എടുക്കാൻ അമാന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അച്ഛനിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ഇരട്ടിക്കിരട്ടിയായി കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ആ സ്റ്റെപ്പ് മാംസം മുങ്ങി വിശ്വാസിയാവുന്ന സ്റ്റെപ്പ് ഞാൻ എടുക്കണം തീരുമാനിക്കും. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനഗുരുവായ ജോസ് സാനദാനത്തിനോട് പറഞ്ഞു എന്നെ സ്നാനപ്പെടുത്തണം. അങ്ങനെ അടുത്തുള്ള ഒരു സ്നാനക്കുളത്തിൽ എന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. അങ്ങനെ 2004 ജനുവരി 1 ഞാൻ സ്നാനപ്പെട്ടുകൊണ്ട് പുറത്തു. അപ്പോൾ അച്ഛൻ എത്ര വയസ്സുണ്ട്? 74 വയസ്സ് പൂർത്തിയായി. അപ്പോൾ 74 വയസ്സ് പൂർത്തിയായ കത്തോലിക്ക പുരോഹിതനായിരുന്ന അങ്ങ് ശിശു മാമോദീസ കുഞ്ഞുങ്ങൾ വിശ്വസിക്കാതെയും മാനസാന്തരപ്പെടാതെയും ജ്ഞാനം അനുഭവിക്കാതെയും എടുക്കുന്നത് കൊണ്ട് അതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കി അത് കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? അതെ, തീർച്ചയായും. ക്രിസ്തുവാമേശുവോടൊന്നായി ചേർന്നു ഞാൻ വിശ്വാസ സ്നാനത്താലേ, ക്രിസ്തുവാമേശുവോടൊന്നായി ചേർന്നു വിശ്വാസ സ്നാനത്താലേ, ബുദ്ധിതനേശുവിൽ ജീവിച്ചിടുന്നു ഞാൻ പുത്തനാം സൃഷ്ടിയായി, ബുദ്ധിതനേശുവിൽ ജീവിച്ചിടുന്നു ഞാൻ പുത്തനാം സൃഷ്ടിയായി. അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അനേക വ്യക്തിജീവിതങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിലെ കാര്യങ്ങൾ അനുസരിക്കാൻ, പ്രത്യേകിച്ച് സ്നാനപ്പെടുവാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണ് ദൈവം ഞങ്ങളോട് ഇടപെടട്ടെ, ഒരടയാളം കാണിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കെ മറ്റൊരു അടയാളത്തിൻ്റെയോ വ്യക്തിപരമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെയും ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അച്ഛൻ എന്താണ് ഇപ്പോൾ പറയുവാനുള്ളത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജോസ് സാനത്താനം ഉൾപ്പെടെയുള്ളതായ 70 പേര് കാഞ്ഞിരപ്പള്ളി സ്നാനപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇതെന്തോ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അവരുടെ അടുത്ത് പോയി സംസാരിക്കാനോ വിശദീകരണം ചോദിക്കാനോ ഒന്നും പോയില്ല. ഞാൻ സഭയെ പേടിച്ചിട്ട് ഒതുങ്ങി നിന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞു, വീണ്ടും മുങ്ങി സ്നാനപ്പെടണം, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തനുസരിക്കണം? ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, എൻ്റെ കുടുംബങ്ങളുടെ മധ്യ എൻ്റെ കുടുംബങ്ങളുടെ 10-70 കുടുംബങ്ങളുടെ മധ്യ ജീവിക്കുന്ന ഞാൻ, അനേകം പേരെ മാംസമുക്കുകയും അനേകം കവട് കിടക്കുകയും അനേകം പേര് വിവാഹിതരാക്കി അയക്കുകയും ചെയ്തിരുന്ന ഞാൻ ഇനിയും സ്ഥാനപ്പെട്ടു പോകണമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക നടപടിയായിരിക്കും, അത് അവിടുന്ന് കൽപ്പിച്ചാലേ ഞാൻ ചെയ്യൂ എന്ന് വാശി പിടിച്ചിരുന്നതാണ്. പക്ഷേ എന്നോട് ദൈവം സംസാരിച്ചത് ഒരു പ്രവാചകനോട് സംസാരിച്ചപ്പോൾ ഞാൻ എളിമപ്പെട്ടുകൊണ്ട്, ഇത് തന്നെയുമല്ല, യേശുക്രിസ്തു പാവമില്ലാത്തവൻ പാപയുടെ നിലയിലേക്ക് കടന്നു വന്ന് സ്നാപയോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ തയ്യാറായെങ്കിൽ ഭാവിയായി ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ബൈബിളിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുകയാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ദൈവത്തിൻ്റെ സമഗ്രമായ പദ്ധതി ബൈബിളാണ്. ബൈബിൾ അനുസരിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്. എങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് ബൈബിൾ കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ബൈബിളിലെ ഓരോ വചനവും നമ്മൾ അനുസരിക്കാൻ തയ്യാറാകണം. അതിന് പ്രത്യേക അടയാളം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അനേക വർഷങ്ങൾ ദിവ്യബലി അർപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം കുർബാന ചെല്ലുന്നതിനോ അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ മനോഭാവം ഒന്ന് പറയാമോ? കുർബാന കർത്താവ് സ്ഥാപിച്ചതാണെന്ന് പീഡാസന തലേന്നാൾ അപ്പോസ്തലന്മാരൊരുമിച്ച് കുർബാന ചൊല്ലിക്കൊണ്ട് കുർബാന സ്ഥാപിച്ചതാണെന്നും അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് വൈദികർ കുർബാന ചെല്ലുന്നതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു പോകുന്നു, ഞങ്ങൾ പഠിച്ചും പോന്നിരുന്നു, ആ വിശ്വസിച്ചു പോന്നിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായി. കാശ് മേടിച്ച് കുർബാന ചെല്ലണോ? കാശ് മേടിച്ച് കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടോ?
കർത്താവ് കുരിശിൽ മരിച്ചത് ഈ കുർബാന തൊഴിലാളികളെ സൃഷ്ടിക്കാനാണ് എന്നെൻ്റെ മനസ്സിൽ ചോദ്യമുണ്ടായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ സമാധാനിച്ചു, അവർക്കൊരു ശമ്പളമില്ല, ഡെയിലി വേജസ് ആയിട്ട് അവർ ജീവിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുർബാന പണം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു കാൽവരി യാഗത്തിലൂടെ ഏകബലി പൂർത്തിയാക്കി പിതാവിൻ്റെ സ്ഥലം എത്തി നിൽക്കുന്നു. ഇനിയൊരു ബലിയില്ല. ഇനിയൊരു ബലി ഇല്ല എന്നാണോ വചനം പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം അപ്പോൾ ഹെബ്രായ ലേഖനം 10-13 പറയുന്നു, ഒരിക്കൽ എന്നേക്കുമായി തൻ്റെ ശരീരം കുരിശിൽ അർപ്പിക്കപ്പെട്ടത് വഴിയായി സകല മാനവരെയും വിശുദ്ധീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1 പറയുന്നു, കുരിശിലൊഴുക്കിയ തിരുരക്തത്താൽ സകല പാപങ്ങളും പോക്കി സകല മാനവരാശിയെ അവിടെ വിശദീകരിച്ചിരിക്കുന്നു. ഇനിയൊരു ബലി മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, കർത്താവ് ചെയ്തു കഴിഞ്ഞു. മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു, വിശ്വാസത്താൽ സ്വീകരിച്ചാൽ. അപ്പോൾ ആവർത്തിക്കേണ്ട ഒരു ബലിയായി എന്ന് പറയുന്ന ദിവ്യബലി ദൈവവചന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നാണോ അച്ഛൻ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഈ ബലി തന്നെ കത്തോലിക്കാ സഭയിൽ കുർബാന എന്ന തിരുക്കർമ്മം ആരംഭിക്കുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും കുർബാന ഇല്ലതായിട്ടോ ബലിയർപ്പിച്ചതായിട്ടോ ഒന്നും കാണുന്നില്ല. അവർ സുവിശേഷം അറിയിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ അപ്പസ്തോല പ്രവൃത്തികൾ ഇത് കാണേണ്ടതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അവര് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്നത് കർത്താവ് ഏൽപ്പിച്ച കാര്യം യേശുവിൻ്റെ രക്ഷ അറിയിക്കുക, ആ രക്ഷ കൊടുക്കുക, രക്ഷിക്കപ്പെട്ടവരെ കൂട്ടുവരുത്തി സ്തുതിക്കുക. അതരബലിയാണ് ഇപ്പോൾ ആവശ്യം. സ്തുതിയുടെ അതരബലിയാണ് കർത്താവിന് ആവശ്യം, അല്ലാണ്ട് ഈ കർമ്മബലിയല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വയം സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. 25 വർഷത്തോളം കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ഒരു സംഘാടകനും ലീഡറുമായ ഒരു വ്യക്തി എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ്റെ അനുഭവം ഒന്ന് വിവരിക്കാമോ? കരിസ്മാറ്റിക് ധ്യാനം ഒരുപാട് ഇടവകളിലും ധ്യാന മന്ദിരങ്ങളിലും പോയി നടത്തിയിട്ടുണ്ട്. എങ്കിലും കരിസ്മാറ്റിക് ധ്യാനം കൊണ്ട് പൂർണ്ണ വിശ്വാസത്തിലേക്ക് വീണ്ടും ജനനത്തിലേക്ക് വരുന്ന അനുഭവം ഞാൻ കണ്ടില്ല. തന്നെയുമല്ല, സഭയിൽ ഇന്നുള്ള പല അനാചാരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്ന അനുഭവം കണ്ടിട്ടില്ല. ഈ ധ്യാനം കൂടിയവർ തന്നെ പിന്നെയും പോയി അമ്പൻ്റെ മുകളിൽ തുള്ളുന്നതും രൂപം കൊണ്ടു നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവർ ഈ ധ്യാനം കൊണ്ട് പുതിയ സൃഷ്ടികളായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ പലതരം ധ്യാനങ്ങളാണ്. യൂത്തിന് വേണ്ടി പ്രത്യേകം ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു, ടീൻസിന് വേണ്ടി സംഘടിപ്പിച്ചു, കപ്പിൾസിന് വേണ്ടി സംഘടിപ്പിച്ചു. ഇതെല്ലാം ഒരു ഉണർവ് കാണുന്നുണ്ടെങ്കിലും ഒരു യഥാർത്ഥ അടിസ്ഥാനപരമായ മാനസാന്തരവും പുതിയ ജീവിതശൈലിയും ഒരു കാണുന്നില്ല. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഉള്ള ധ്യാനങ്ങൾ വളരെ മനോഹരമാണ്, എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ അവർ യേശുവിനെ ഏകർത്താനിഷ്ഠിതമായി സ്വീകരിച്ച് മറ്റെല്ലാത്തിനെയും വിട്ട് യേശു മാത്രം മതി എന്നുള്ളതിലേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്: കുട്ടികൾക്ക് ക്രീം ബിസ്ക്കറ്റ് കൊടുത്താൽ അവർ ആ ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് ക്രീം അങ്ങോട്ട് തിന്നും, അതിൻ്റെ ബിസ്ക്കറ്റ് പുറമെയുള്ളത് അല്ലെങ്കിൽ വലിച്ചെറിയും. ഇതുപോലെയാണ് യൂത്തിലേക്ക് വരുന്നവർ, ധ്യാനത്തിലേക്ക് വരുന്നവർ അതിൻ്റെ പാട്ടും കൊണ്ടാലും സ്വീകരിച്ച് യേശുക്രിസ്തു ജീവിതത്തെ അടിയറ വയ്ക്കുകയോ യേശുക്രിസ്തുവിനെ മാത്രം കർത്താവായിട്ട് കൊണ്ടില്ല. ദുഃഖസത്യം ഞാൻ ഓർക്കുന്നു. ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം ആ പഴയ കത്തോലിക്ക പൗരോഹിത്യവും ഇപ്പോഴുള്ള അച്ഛൻ്റെ ആത്മീയ ജീവിതം തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? പഴയ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ അടിമത്തത്തിലായിരുന്നു ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിൻ്റെ നിറവോ ആത്മാവിൻ്റെ പ്രവർത്തനമോ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു, ആത്മാവിനാൽ നടത്തപ്പെടുന്നു, ആത്മാവിൻ്റെ പ്രേരണയാൽ ഓരോ കാര്യം. തന്നെയുമല്ല, മറ്റേത് ഇങ്ങനെ പല കാര്യം ചെയ്താലും ഇത്രയൊക്കെ ഫലമുള്ളൂ എന്നുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഫലം പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ തന്നെയും ദൈവവചനപ്രകാരം ശുശ്രൂഷയാണല്ലോ ചെയ്യുന്നത് എന്നുള്ള സംതൃപ്തിയുണ്ട്, ആത്മീയമായ സംതൃപ്തി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടി: ക്രിസ്തു യേശുവേ ഞാൻ നിന്നിലല്ലോ ജീവിപ്പതും ചരിക്കുന്നതും, നിന്നിൽ തന്നെയല്ലയോ സ്ഥിതി ചെയ്വതും, ക്രിസ്തു മാത്രമാണ് എനിക്കു ജീവിതം. ആനന്ദമേ, സ്വർഗീയാനന്ദമേ, ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. ആനന്ദമേ, സ്വർഗീയാനന്ദമേ, ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. സൗഭാഗ്യത്തിൻ നിത്യസൗഭാഗ്യത്തിൻ
മണ്ണിതിൽ മുന്നാസ്വാദനം.